ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഞങ്ങളെ ബാധിക്കില്ല. കാരണം BJPയിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം അവർക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ മാത്രമല്ല വടക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും UDFന് 14 ജില്ലകളിൽ നല്ല മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. അതിന് ആ രീതിയിലെ റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷൻ ഉണ്ടാവുന്നില്ല അങ്ങനെയല്ലേ. UDFന് മുൻതൂക്കം എന്ന് പറയുമ്പോൾ ഭരണമാറ്റം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാവും. ഞങ്ങൾക്ക് 6 ഇടത്തും പ്രതീക്ഷയും ഒന്നും തള്ളിക്കളയാനില്ല. 6 കോർപ്പറേഷനിൽ നല്ല മുന്നേറ്റം. കോഴിക്കോട് ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫേവറബിളാണ്. കാരണം ഞാൻ ഇത്തവണ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എങ്കിലും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ചെയർമാൻ മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരുന്നത് ആവശ്യത്തിൽ വോട്ട് കൂടിയില്ലെന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഏകോപനത്തിൽ പ്രശ്നം ഉണ്ടായി. വോട്ടെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്കാണത്. അതല്ല, ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച ശ്രീ വിനുവിന് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തവണ ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്ത പലർക്കും ഇത്തവണ വോട്ടുണ്ടായില്ല. സാധാരണ രീതിയിൽ നമ്മൾ വോട്ട് അഡീഷണലായിട്ട് ചേർക്കുന്നത് കഴിഞ്ഞ തവണ വോട്ടുകളുള്ളവർ മരിച്ചുപോയവരുടെ പേരൊക്കെയാണ് നീക്കം ചെയ്യുക. പക്ഷേ തിരുവനന്തപുരത്തെ ഒരു അനുഭവം ഞാൻ പറയാം. മരിച്ചുപോയവരൊക്കെ വോട്ടർ പട്ടികയിലുണ്ട്, ജീവിച്ചിരിക്കുന്നവരും വോട്ടർ പട്ടികയിലില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ തന്നെ വെട്ടാൻ നോക്കിയല്ലോ. അവരിനെ കോർട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത്തവണത്തെ ഞാൻ കണ്ടൊരു ഇലക്ഷൻ കമ്മീഷൻ ഒരു നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ നടത്തിയെന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്കില്ല. പ്രധാന കാരണം ഒരേ വീട്ടിൽ തന്നെയുള്ളവർക്ക് പല ബൂത്തുകളിലായിട്ടാണ് വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവസാന 2 ദിവസങ്ങളിൽ ചേർത്ത വോട്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ ചേർത്ത വോട്ടുകളാണ്. ധാരാളം ഡബിൾ വോട്ടുകളുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നീക്കം ചെയ്തില്ല. എന്നാൽ മരിച്ചവരുടെ വോട്ടൊക്കെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. അങ്ങനെ തികച്ചും അശാസ്ത്രീയമായൊരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ടാണ് ഇവിടെ കോഴിക്കോട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ വോട്ട് വെട്ടിക്കളഞ്ഞു. അതുണ്ടായി. നേതാക്കളുടെ പ്രസ്താവന പലരും തലവേദനയായിരുന്നു. കാരണം ദിലീപ് കേസിൽ അടൂർ പ്രകാശ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെതിരായ പരാതിക്കാർക്ക് സംബന്ധിച്ചുള്ള KPC പ്രസിഡന്റ് പ്രസ്താവന, അത്തരത്തിൽ അവസാന ദിവസങ്ങളിൽ വന്ന ഈ പ്രസ്താവനകൾ തലവേദനയായോ? അതൊരിക്കലും തലവേദനയൊന്നും ആയിട്ടില്ല. കാരണം ദിലീപിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ നേരത്തെ തന്നെ KPC പറഞ്ഞു കഴിഞ്ഞാണ്. പ്രകാശ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പാർട്ടി അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചുമാണ്. ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞതിൽ അത്ര വലിയ കാര്യമില്ല. കാരണം അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, KPC പ്രസിഡന്റിന് ഒരു പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം ജെന്യുവിനായിട്ട് ചെയ്തു. അത് DGPക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇത് മുമ്പ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നപ്പോൾ അതൊരു എന്താ പറയേണ്ടത്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അത് സംശയിക്കേണ്ട കാര്യമില്ല. അതായത് അദ്ദേഹം ജെന്യുവിനായിട്ടാണ് ചെയ്തത്. പരാതി കിട്ടിയ ഉടനെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പോലെ പൂഴ്ത്തി വെച്ചില്ല. അദ്ദേഹം DGPക്ക് അത് റെഫർ ചെയ്തു. മാത്രമല്ല ആ പരാതി അയച്ച സ്ത്രീയോട് മറുപടി അയച്ചു. ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ എനിക്ക് നൽകിയ പരാതി ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് സ്വീകരിച്ച ഏട്ടനാണെന്നൊക്കെ, അത് നല്ലൊരു മെസ്സേജ് ആണോ ഇത്തരത്തിൽ? അതൊക്കെ പ്രാദേശികമായിട്ട് ജില്ലാതലത്തിൽ തീരുമാനിക്കട്ടെ. DCCക്ക് അറിയാൻ ആരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. സ്ഥാനാർത്ഥി ഇപ്പോൾ ഏത് വോട്ടർ വന്നാലും സ്ഥാനാർത്ഥികൾ കൂടെ ചെല്ലും. അല്ല, KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആനയിച്ചു കൊണ്ടുവരിക ഏട്ടനാണെന്ന് പറയാം, അത് നല്ല മെസ്സേജാണ്. സ്വീകരണം കൊടുക്കുക. അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, കാരണം പുറത്താക്കി ഒരാളെന്താ രാജിവെക്കാൻ പറയാൻ പറ്റും? ഞങ്ങൾ പുറത്താക്കി പാർട്ടി. അത് KSUവിന്റെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടത്.
അല്ല, അതൊക്കെ KSUവിൻ്റെ ഒരു പോഷക സംഘടനയാണ്. പോഷക സംഘടനയ്ക്ക് അധ്യക്ഷനും നാഥനും ഉണ്ട്. അത് അവർ തീരുമാനിച്ചോട്ടെ. രാഹുൽ വിഷയം ഞങ്ങളുടെ അടങ്ങിയ ചാപ്റ്ററാണ്. ഈ രാഹുലിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെക്കുറിച്ച് എന്താ സ്വരം? എല്ലാവർക്കും ഒരേ സ്വരം തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇനി അതിനെക്കുറിച്ചൊരു കൂടുതൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനുമുണ്ട്. ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മുൻ MLA ഒരു യുവതിയായിട്ടുള്ള സംവിധായകൻ കയറി പിടിച്ചു. എന്നിട്ട് വേണം ഒരു ഉളുപ്പും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അന്തസ്സിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറയാം. വേറൊരു MLA ഇതേപോലെയുള്ള ഒരു MLAനെ വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക. എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആരാ? 2 തവണ MLA ആയിരുന്നു, 3 തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളാണ് സ്വന്തം മകളാവാൻ പ്രായമുള്ള ഒരു സംവിധായകനെ കയറി പിടിച്ചത്. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ പുറത്താക്കിയ ഒരാളെക്കുറിച്ചാണ് എല്ലാ ദിവസവും വാർത്ത. അപ്പോൾ അതിലൊന്നും പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസവും ഇല്ല. KPC പ്രസിഡന്റ് സ്വീകരിച്ച നിലപാടും ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് ശരിയാണ്. രണ്ടും അർത്ഥത്തിലൊന്നു തന്നെയാണ്. ടി കുഞ്ഞാമ്മേനെ പുറത്താവാം സംവിധായകൻ പുറത്ത് പറഞ്ഞപ്പോഴാണ് നാട് അറിയുന്നത്. മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല. കീശയിൽ വെച്ചു. സ്വന്തം പാർട്ടിക്കാരനാണല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയം നോക്കിയില്ല. ഇപ്പം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും കൂടുതൽ വരാനുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 5 പരാതി കിട്ടിയാൽ കീശയിൽ വെച്ചിട്ട് ഓരോ പരാതിയും ഓരോ ദിവസം പുറത്തെടുക്കുക. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അദ്ദേഹം ആ സ്ഥാനത്തിന് എത്രയോ മഹാന്മായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം മനസ്സിലാക്കണം ആദ്യം. അതല്ല EK നായനാർ പോലും എത്ര അന്തസ്സായിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു IAS ഉദ്യോഗസ്ഥ പരാതി പറഞ്ഞപ്പോൾ എന്തൊരു അന്തസ്സായിട്ട് അദ്ദേഹം വന്ന നിലപാട് സ്വീകരിച്ചു. അതെങ്കിലും കണ്ടുപിടിക്കണ്ട. അപ്പം അതിന് പകരം UDF ഒരു MLAക്കെതിരായിട്ട് പരാതി വന്ന് 4-5 പരാതി വന്ന് 5 എണ്ണം കീശയിൽ വെച്ച് ഓരോന്നായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക. മറ്റേത് ആരും കാണാണ്ട് ചവറ്റുകോട്ടയിലേക്ക് എറിയാൻ നോക്കി. പക്ഷേ ആ സംവിധായക പുറത്ത് പറഞ്ഞതുകൊണ്ട് ആക്ഷൻ എടുക്കേണ്ടി വന്നു. ആക്ഷൻ എടുത്തില്ല. ഇപ്പോഴും സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായും. കാരണം ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തെ പാർട്ടിയുടെ അന്തസ്സിന് വിരുദ്ധമായി ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പുറത്താക്കി. അങ്ങനെ വ്യക്തിക്കെതിരെ പരാതി വന്നപ്പോൾ DGPക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതല്ലേ ചെയ്യേണ്ടത്? KPC പ്രസിഡന്റ് ആരാ? KPC പ്രസിഡന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇതേ ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റാണ് ചെയ്തത്. ഒരു തെറ്റുമില്ല. അല്ല, മുകേഷിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക? മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഈ മുകേഷിനതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് 2020. എന്നിട്ട് 2 തവണ മുകേഷിന് സീറ്റ് കൊടുക്കും. അപ്പോൾ അത് ശരിയാണ്. അറിഞ്ഞുകൊണ്ടല്ലേ ഇത്. വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചു. ചാല വാർഡിൽ. നാളെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ പറയാം. എന്നാൽ ഞങ്ങൾ ഇത് സഹായിച്ചിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു UDFനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറയുന്നു. 1-2 സ്ഥലങ്ങളിൽ അവർ LDFനെയും സഹായിച്ചിട്ടുണ്ട്. അതിൽ ചാല എന്ന് ഞാൻ പറയാൻ കാരണം, ചാലയിൽ വെൽഫെയർ പാർട്ടി LDFൻ്റെ കൂടെയായിരുന്നു. അവിടെ ലീഗാണ് UDFന് വേണ്ടി മത്സരിച്ചത്. ഞങ്ങൾക്കൊക്കെ നല്ല വിജയപ്രതീക്ഷയുണ്ട്. എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് LDFനെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത്. മൊത്തത്തിൽ അവർ UDFൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നും അല്ലല്ലോ. 2019 മുതൽ അവർ എടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട്. കോൺഗ്രസ് ആണ് മതേതര പാർട്ടി. ആ കോൺഗ്രസ് എന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേരള ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു. എത്രയുണ്ടായി? എവിടെ? അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ പറയില്ലല്ലോ. LDFൻ്റെ കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി, ഞങ്ങളുടെ കൂടെ വന്നാൽ ജനാധിപത്യ പാർട്ടി. ആ ഏർപ്പാട് ഞങ്ങൾക്ക്
അല്ല, പിന്തുണയ്ക്കുന്നതാണ്, അല്ല സഖ്യമൊന്നുമില്ല. സഖ്യം യു ഡി എഫിൻ്റെ അകത്തുള്ള കക്ഷികളായിട്ട് മാത്രമേ അലയൻസ് ഉള്ളൂ. പരസ്പര ധാരണകൾ ചിലയിടങ്ങളുണ്ടായിട്ടില്ലേ? ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുണ്ടായിട്ടുണ്ട്. അത് 2019 ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDF ഞങ്ങൾ 2019 വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധമുണ്ടാക്കി. അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായി. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്. വർഗീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അല്ല കോൺഗ്രസിനെ പിന്തുണച്ചത്. വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടി.